ശ്രീ പ്രശാന്ത്, ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഭിന്നത അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യം വീണ്ടും അരാജകത്വത്തിലേക്ക് മാറുകയായിരിക്കും ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധനം മുഴുവൻ വിനിയോഗിച്ചിട്ടുള്ളത് തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണ്. ലോകത്ത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലെ വേറൊരു രാജ്യം ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ സമീപകാലത്ത് നമ്മൾ കണ്ടതാണ്, അവിടെ വലിയ ദാരിദ്ര്യം ആണ് ഉണ്ടായിരിക്കുന്നത്, വലിയ വിലവർദ്ധനവ് ഒക്കെ ഉണ്ടായിരിക്കുന്നു. പട്ടാളമാണ് അവിടെ എപ്പോഴും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതും ഒന്നുകൂടി സ്ഥിതി വഷളാക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പോൾ 2 വട്ടം അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം നടത്തിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അഫ്ഗാൻ സൈന്യം പാകിസ്ഥാനിൽ കയറി കഴിഞ്ഞു. 15,000-ഓളം സൈന്യം രാവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് പാകിസ്ഥാനിൽ കയറി. ഏതാണ്ട് 100ഓളം അഫ്ഗാൻ പറയുന്ന തീവ്രവാദികളെ കൊന്നിരിക്കുന്നു. 100ഓളം പാക് പട്ടാളക്കാരെ കൊന്നതായിട്ടാണ് ഇവിടുത്തെ റിപ്പോർട്ട്. ബ്ലിക്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കാബൂൾ പത്രം ടോളോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ശക്തമായ തിരിച്ചടി, അതായത് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ട് അഫ്ഗാൻ സേന 15,000 പട്ടാളം പാകിസ്ഥാൻ്റെ അകത്ത് കയറുമെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. കാരണം ഈ സാറി ചോദിച്ചതുപോലെ അരാജകത്വത്തിൽ ഉള്ള ഒരു രാജ്യമാണെന്ന് പറയുമ്പം ഒരുപക്ഷെ ഇപ്പം വളരെ കാലമായിട്ട് അഫ്ഗാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോരുണ്ട്. പാകിസ്ഥാൻ്റെ പല പ്രവിശ്യകളും പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇന്ത്യയെ സമീപിക്കുകയും ഇന്ത്യ അതിനകത്തൊരു കൃത്യമായ സപ്പോർട്ട് കൊടുത്തില്ല, മൗനസമ്മതത്തിലാണ്. കാരണം ഞങ്ങളുടെ ഭാഗമായിട്ടുള്ളത് പോലെ പാകിസ്ഥാൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് തിരിച്ചു പിടിച്ചേ മതിയാവും. അതായത് ഈ അഫ്ഗാൻ ഗവൺമെൻറ്റിനെ കൊണ്ടുവന്നതിന് ശേഷം പാകിസ്ഥാൻ വിചാരിച്ചിരുന്നത് അഫ്ഗാൻ ഗവൺമെൻറ്റിനെ അവർക്കിടെ നിയന്ത്രണത്തിലാക്കി അല്ലെങ്കിൽ അവരുടെ വധിക്കാക്കിയോ കൊണ്ടുപോകാം. നാളെ കാലത്ത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് വേണ്ടി IS-ൻ്റെ ഒരു ആണല്ലോ, അപ്പം കൊണ്ടുപോകാമെന്നുള്ള രീതിയിലും, അല്ലെങ്കിൽ IS-ൻ്റെ അല്ല പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു വലിയ പങ്കുണ്ടായിരുന്നു ഈ അഫ്ഗാൻ ഗവൺമെൻറ് രൂപീകരണത്തിൽ. പക്ഷേ നേരെ മറിച്ചാണ് സംഭവിച്ചത്. അതായത് അഫ്ഗാൻ ഈ ഗവൺമെൻറ് ഈ താലിബാൻ്റെ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞ ശേഷം ഈ താലിബാൻ്റെ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാമെന്നും അല്ലെങ്കിൽ താലിബാൻ ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി വളരെ കൃത്യമായിട്ട് ഇടപെട്ട പാകിസ്ഥാനെ നേരെ തിരിച്ചടി കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ഉള്ളത്. അതായത് നമ്മുടെ ഒരു ഇടപെടിയിൽ നമ്മൾ പണ്ടുതൊട്ടേ ഈ അഫ്ഗാൻ ഗവൺമെൻറ്റുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്. പക്ഷേ താലിബാൻ വന്നു കഴിയുമ്പോൾ അതൊരു മാറ്റം വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇപ്പോഴും ആ ബന്ധം വളരെ സുദീർഘമായിട്ട് തുടർന്നു കൊണ്ടുപോകുന്നതിനും അവരുടെ താല്പര്യങ്ങൾ ഒരു പരിധിവരെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യ ഗവൺമെൻറ് സാധിക്കുന്നുണ്ട്. അതിനകത്ത് മോദിയുടെ കൃത്യമായൊരു പങ്കുണ്ട്. മാത്രമല്ല നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടിയിൽ ഏറ്റവും ഈ നയതന്ത്ര ബന്ധത്തിനപ്പുറം ഉണ്ട് അതിനകത്ത്. അപ്പം അവരിപ്പം ഈ കടന്നുകയറ്റത്തിനകത്തും അല്ലെങ്കിൽ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നതിനകത്തും ഒക്കെ ഇന്ത്യയുടെ ശക്തമായ ഇടപെടലും അല്ലെങ്കിൽ സപ്പോർട്ടും ഒക്കെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും ശക്തമായിട്ട് കടന്നു കയറുന്ന ഒരവസ്ഥയിൽ, കാരണം ഇപ്പം അരിക്കൻ ആർമി ഇവിടെ ബംഗ്ലാദേശിൽ കയറിയില്ലേ, അതേ അവസ്ഥയിലാണ് ഈ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, പാകിസ്ഥാൻ പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതായിട്ടാണ് രാവിലത്തെ റിപ്പോർട്ട്. അത് പക്ഷേ വലിയ സ്ഥിതി അവിടെ ഗുരുതരമാക്കി മാറ്റുന്നു. അത് ഗുരുതരമാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ വിചാരിക്കുന്ന അത്ര ശക്തമൊന്നുമല്ല പാകിസ്ഥാൻ പട്ടാളമൊന്നും, ഈ നമ്മുടെ പട്ടാളത്തിൻ്റെ കൂട്ടുമൊന്നും. അപ്പോൾ അതിനെ മറികടക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു പട്ടാള സംവിധാനമൊക്കെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇവിടെ നിന്നേലും ഉണ്ടാവണം. അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് അവർക്കുണ്ട്. അതവർ പാകിസ്ഥാനെതിരെ ആകുമ്പോൾ ഇന്ത്യ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യും. പിന്നെ സാറ് ചോദിച്ചതുപോലെ പട്ടിണി കിടക്കുന്നത് ആണല്ലോ പിന്നെ എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ വലിയ കാര്യമുണ്ട്. പട്ടിണി കിടക്കുന്ന രാജ്യമായതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ വളരെ കാലമായിട്ട് ആ പാകിസ്ഥാനകത്ത് അഫ്ഗാനിസ്ഥാൻ്റെ അല്ലെങ്കിൽ അവരോട് താല്പര്യമുള്ള പ്രവിശ്യമുണ്ട്. ഈ ഖൈബൂൺ പത്തൂർ മേഖലയിലൊക്കെ ഈ അഫ്ഗാനോട് താല്പര്യമുള്ള പാകിസ്ഥാൻ തീവ്രവാദികളുണ്ട്. കാരണം അതിനകത്തുണ്ട് അവർ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. POKയിൽ സാറ് കണ്ടിട്ടില്ല, ഈ നിരന്തരം പാകിസ്ഥാൻ്റെ പട്ടാളക്കാരെ അവിടെ കൊന്നു തള്ളുക. അവിടെ പാകിസ്ഥാൻ പട്ടാളത്തിന് യാതൊരു ഇതുമില്ല, അതിനകത്ത് അഫ്ഗാൻ്റെ ഇടപെടൽ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കയറി പെട്ടെന്ന് ഒരു വ്യോമാക്രമണം അപ്രതീക്ഷിതമായിട്ട് പാകിസ്ഥാൻ നടത്തണമെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുമെന്ന് പാകിസ്ഥാൻ അറിയാം. അപ്പോൾ ഇതിനകത്ത് ആരുടെയെന്ന് അറിയത്തില്ല, ആരുടെയും ഒരു ഇടപെടലുണ്ടാകും. കാരണം ഈ ഏതെങ്കിലും ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നതിന് വേറൊരു രാജ്യം ഏൽപ്പിക്കുക അല്ലെങ്കിൽ
ഈ വടിയായിട്ടൊക്കെ ഇരിക്കുന്ന ടൂളായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളായി ഇപ്പോൾ ഈ പറയുന്ന പാകിസ്ഥാന്, അതേ അവസ്ഥയിലേക്ക് വരികയാണ് അഫ്ഗാനിസ്ഥാന്, വേറെ ചില രാജ്യങ്ങൾ. കാരണം അതിനുവേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ യുദ്ധം ചെയ്യുന്നതിനുള്ള സമ്പത്തും അതിൻ്റെ കൂടെ കുറേ കൂടുതൽ സമ്പത്തും കിട്ടുന്ന ഒരവസ്ഥ വരും. അതായത് യുദ്ധം ചെയ്താൽ വേറെ ആ യുദ്ധം ചെയ്യിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് സമ്പത്ത് വരുന്നതിന് വേണ്ടി കാരണമാകും. കാരണം പട്ടിണി കിടക്കുകയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ സമ്പത്ത് ആവശ്യമാണല്ലോ. ഇപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പാകിസ്ഥാൻ തയ്യാറാവട്ടെ, അല്ലെങ്കിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി എത്ര കഠിനമായ പ്രയത്നം നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തെ പറ്റി അറിയും. ഈ നമുക്കിടെ പ്രത്യക്ഷത്തിൽ നമ്മുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയങ്ങളുണ്ടായി നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ പാകിസ്ഥാനുള്ളിൽ കൂടി നടക്കുന്നുണ്ട്. ആ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാനെ ഇടപെടുത്തി അല്ലെങ്കിൽ അമേരിക്കയും ഈ ചൈനയെല്ലാം കൂടെ അഫ്ഗാനെ ഈ അവസ്ഥയിലെത്തിച്ചത്. അപ്പം ഈ രീതിയിലേക്കുള്ളൊരു കാര്യമുണ്ട്. അപ്പം പട്ടിണി എന്ന് പറഞ്ഞാൽ പരമപട്ടിണിയാണ്. ആഭ്യന്തര കലഹം വളരെ രൂക്ഷമാണ്. അല്ല, അവിടെ എപ്പോഴും ഈ ഭരണവും പിന്നെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലാണല്ലോ. ഭരണം അട്ടിമറിക്കുക എന്നുള്ളതാണ് സൈന്യത്തിൻ്റെ. ആണ് ഇപ്പം തന്നെ ഇരിക്കുന്ന ഭരണം അത് തന്നെയല്ലേ സാർ? കാരണം ഇപ്പം ഈ ജയിലിൽ കിടക്കുന്ന പ്രധാനമന്ത്രിയുടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, അദ്ദേഹം പക്ഷേ ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ കലാപം ഉണ്ടായി. അല്ല, ഭയങ്കര കലാപമല്ലായിരുന്നു. അതിപ്പം എങ്ങനെയോ ഒന്ന് ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അതായത് ഇമ്രാൻഖാനായിരുന്നു അവിടെ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം വരുമെന്ന് കണ്ടപ്പോൾ ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിലിട്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് അകത്തുനിന്ന് കുറേ ആൾക്കാരൊക്കെ നടത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ വന്നപ്പോൾ ജനാധിപത്യ രീതിയിലുള്ള ഇലക്ഷനകത്ത് റിസൾട്ട് വരുന്നത് ഇമ്രാൻ അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഇമ്രാൻ വീണ്ടും വരുന്നൊരവസ്ഥ വന്നപ്പം ഈ പട്ടാളം അവിടുത്തെ ഭീകര ഗ്രൂപ്പുകളെല്ലാം കൂടെ ഇടപെട്ട് അത് അട്ടിമറിച്ചിട്ട് അവരുടെ താല്പര്യത്തിലുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഒരു പ്രധാനമന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ യാതൊരു റോളും ഇല്ല. പ്രധാനമന്ത്രിയുടെ ഒരു പോസ്റ്റ് അല്ല, എപ്പോഴും പാകിസ്ഥാനിലെ ഭരണത്തലവന്മാർ പിൽക്കാലത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടത്, അതെ എൽക്കാലത്ത് അല്ലെങ്കിൽ വധശിക്ഷയിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പൊ ഇദ്ദേഹത്തെ ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാ, ഒന്നെങ്കിൽ വെളിയിൽ വിടാതിരിക്കാൻ. വെളി അകത്ത് കിടക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടി വളരെ ശക്തമാണ്. കഴിഞ്ഞ ദിവസം ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലെ കൂട്ട് എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥ വന്നു. പിന്നെ അതെങ്ങനെയോ പട്ടാളം ഇടപെട്ട് ഒരു പരിധി വരെ ആക്കിയത്. എന്നാലും ആഭ്യന്തര കലഹം വളരെ രൂക്ഷം. ആഭ്യന്തര കലഹം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പട്ടാളത്തിന്റെ ഒരു ഭാഗം, ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഒരു ഭാഗം, പല പ്രവിശ്യകളും കൈകാര്യം ചെയ്യുന്ന പല തീവ്രവാദ ഗ്രൂപ്പുകളും, അതിനകത്ത് തന്നെ പല ഈ പറയുന്നത് പോലെ അഫ്ഗാൻ അനുകൂലികൾ, ബംഗ്ലാദേശ് അനുകൂലികൾ, അല്ലെ വേറെ IS-ൻ്റെ അനുകൂലികൾ, ഇങ്ങനെ പല രീതിയിൽ തന്നെ അതിനകത്ത് പല രാജ്യങ്ങളുടെയും താല്പര്യക്കാർ പാകിസ്ഥാനെ വിഘടിപ്പിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ പാകിസ്ഥാനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് മാത്രവുമല്ല, അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകത സാർ ശ്രദ്ധിച്ചാൽ, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ പാകിസ്ഥാനോട് നിരന്തരം യുദ്ധം ചെയ്യണമെന്നില്ല. നമുക്കെല്ലാം പാകിസ്ഥാനോട് നമ്മളോട് ഈ പറയുന്ന പോലെ ശത്രുത ഉണ്ടായിട്ട് നമുക്ക് അവരോട് ശത്രുത ഉണ്ടെന്ന്. പക്ഷേ അവിടെ അവർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എപ്പോഴും നമ്മളോടൊരു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവണം. അതിനുവേണ്ടി എന്നാലേ പിടിച്ചു നിൽപ്പുണ്ടാകത്തുള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ 2014 നമുക്ക് ഏറ്റവും വലിയ ഗുണമായിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള താലിബാൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധമെന്ന് പറയുമ്പം ഈ പാകിസ്ഥാനിന് ഉപയോഗിക്കാൻ പറ്റാത്തതും പിന്നെ നമ്മുടെ ഈ പറയുന്ന മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ കയറ്റുമതി ഇറക്കുമതിക്ക് ഒക്കെ വളരെ കൂടുതൽ സഹായകമാകുന്ന രീതിയിലുള്ള പാതകളും പിന്നെ ഇറാനുമായിട്ടുള്ള അവിടുത്തെ ഒരു തുറമുഖം ഒരു 10 കൊല്ലത്തേക്ക് നമ്മളുടെ കയ്യിൽ നമ്മൾ ഇതായിട്ടെഴുതി. അപ്പോൾ ഈ രണ്ട് ബന്ധവും 2024 ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ബന്ധമാണ്. ആരും പ്രതീക്ഷിക്കാത്ത, മറ്റേ ഇറാനുമായിട്ട് നമുക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ അഫ്ഗാനിലെ താലിബാൻ ഗവൺമെൻറ് ഒരിക്കലും നമ്മൾ വന്ന് ഭയന്നാണ്. ഞാൻ ഉൾപ്പെടെ താലിബാൻ വന്നപ്പം നമുക്ക് ഈ ഒരു ഭീകര ഗ്രൂപ്പ് ഒരു രാജ്യം ഭരിക്കാൻ തുടങ്ങി. ആ ഭീകര ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള രാജ്യത്തെയാണല്ലോ ആദ്യം ഒറ്റുനോക്കുക. കാരണം ഈ പാകിസ്ഥാൻ്റെ ഒരു സഹായവും അല്ലെങ്കിൽ അതിനെ ഉരുത്തിരിച്ചെടുക്കുന്നവർ മൊത്തം നമ്മുടെ ശത്രുക്കളായിട്ട് വന്നപ്പം നമ്മൾ വിചാരിച്ചു ഇനി അടുത്തൊരു ജോലിയായി അല്ലെങ്കിൽ ഇങ്ങോട്ട് കടന്നു കയറാനൊക്കെ ഏകദേശം നമ്മുടെ ബോർഡറിലൊക്കെ വരുന്ന അവസ്ഥ. പക്ഷേ ഇപ്പോൾ അത് അവസ്ഥ അതല്ല. ഇന്ത്യ എന്ത് പറയുന്നു അത് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് അവസാന വാക്ക്. ഈ പണ്ട് ബംഗ്ലാദേശൊക്കെ നിന്നതുപോലെ ആ അവസ്ഥയിലേക്ക് നിൽക്കുക. ഭീകരവാദികളൊക്കെ, പക്ഷേ ഭീകരവാദി ഇപ്പോൾ ആ രാജ്യം ഭരിക്കുന്നതിന് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ ഭാഗമായിട്ട് അവരെ നിർത്തുക എന്നുള്ളതാണ്. ഏതായാലും പാകിസ്ഥാൻ കത്തിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ തുടക്കം തന്നെ. അതായത് രണ്ട് പ്രാവശ്യം വ്യോമാക്രമണം നടത്തിയിട്ടും അഫ്ഗാനിസ്ഥാനിൽ ഈ പറയുന്ന പോലെ മരിച്ചവരുടെ എണ്ണം നോക്കും വളരെ കുറവും. ഇപ്പോൾ ഒറ്റ അറ്റാക്കോട് കൂടി തന്നെ 100ഓളം സൈനികർ മരിച്ചതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പാകിസ്ഥാൻ ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന്
10,000 സൈനികർ കയറി ആക്രമണം നടത്തണമെങ്കിൽ അതിനകത്ത് വ്യക്തമായ പിന്തുണയും ശക്തമായ പിന്തുണയും ഒക്കെ ഉണ്ട്. അത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ ഇൻഡയറക്റ്റായിട്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പിന്തുണ അഫ്ഗാനിസ്ഥാന് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം പകൽ പോലെ സത്യമാണ്. ഏതായാലും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഏതൊക്കെ വഴിക്ക് വ്യാപിക്കുമെന്ന് നാളെ കാലത്തെ കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.